ഹലോ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇത് രാവിലെ ആയാലും രാത്രി ആയാലും ഒക്കെ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ സ്കൂളൊക്കെ ഉള്ള സമയം കുട്ടികൾക്ക് പെട്ടെന്ന് കൊടുത്തയക്കാനാണെങ്കിൽ വീട്ടിലുണ്ടാക്കാനൊക്കെ ആയിട്ട് പറ്റിയ ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ. ഇതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. മൈദൻ്റെ പകരം ഗോതമ്പ് പൊടിയും എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ. കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര എന്തായാലും ചേർത്ത് കൊടുക്കണം കേട്ടോ. പഞ്ചസാര ചേർത്താലേ അതിൻ്റെ ഒരു ക്രിസ്പിനെസ് വരുള്ളൂ കേട്ടോ. അതേപോലെ 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ മാവ് എടുത്ത സെയിം കപ്പിന് 1 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. ഇത് മിക്സിയിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കേണ്ടതാണ് കേട്ടോ. നിങ്ങൾ ചെയ്യുമ്പോൾ ഡയറക്റ്റ് മിക്സിയിലേക്ക് തന്നെ പൊടികളും കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ വീഡിയോയിൽ ഒന്ന് ക്ലിയർ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ആദ്യം ഒരു പാത്രത്തിൽ ചേർത്ത് മിക്സ് ചെയ്ത് കാണിക്കുന്നത്. ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയമൊന്നും എടുക്കില്ല കേട്ടോ. വെറും 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ അപ്പം റെഡിയാക്കി എടുക്കാം. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതൊന്ന് ചുട്ടെടുക്കുമ്പോൾ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ബാക്കിയൊന്നും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതാ നമ്മൾ കലക്കി വെച്ചിട്ടുള്ള ഇത് ഞാനിപ്പോൾ മിക്സിൻ്റെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് 1 മിനിറ്റ് ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കണം കേട്ടോ. കട്ടകളൊന്നും ഇല്ലാണ്ട് നല്ലോണം അരഞ്ഞു കിട്ടണം. അപ്പോൾ ഇതാ മാവ് ഇവിടെ നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് 1-2 സാധനങ്ങളും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ആദ്യം ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. ഇത് ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. ഇതിൻ്റെ ഫ്ലേവർ ഒന്നും വരില്ല, ജസ്റ്റ് ഒരു കളറിന് വേണ്ടി മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. കൂടെ തന്നെ ഇതിലേക്ക് ഞാൻ 2 മുട്ട കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ 1 മുട്ട ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. 2 ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷെ 2 ചേർക്കുമ്പോൾ അപ്പം നല്ല സോഫ്റ്റ് ഉണ്ടാവും കേട്ടോ. അതുകൊണ്ട് ഞാൻ 2 ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ മുട്ട ചേർത്തിയ ശേഷം ഇതൊന്ന് നല്ലോണം ഒരു വിസ്ക് വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഈ മുട്ട ചേർത്തുമ്പോഴല്ലേ മാവ് മിക്സിയിൽ അടിച്ചെടുത്ത ശേഷം ചേർത്താൽ മതി കേട്ടോ. മിക്സിയിലിട്ടിട്ട് അടിക്കണ്ട, അപ്പോൾ മാവ് ശരിയാവില്ല. പിന്നെ അതിൻ്റെ ഒരു ടെക്സ്ചർ തന്നെ മാറും. അതുകൊണ്ട് ഈ ഒരു സമയത്ത് ചേർക്കാൻ വേണ്ടിയിട്ടൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇതാ മാവ് ഈ ഒരു കൺസിസ്റ്റൻസിയിലാവണ വരെ വേണം മിക്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നിങ്ങൾ 1 മുട്ടയാണ് ചേർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ഈ ഒരു ലെവലിലാവണ വരെ വെള്ളവും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് ചുട്ടെടുക്കാം. ഈ അപ്പം ചുടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഫ്ലെയിം അതായത് കൂട്ടി വെക്കാൻ പാടില്ല കേട്ടോ. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ചുട്ടെടുക്കാൻ. കല്ല് ഓവർ ചൂടാവാനും പാടില്ല കേട്ടോ. അപ്പോൾ ഞാനിവിടെ നോൺ സ്റ്റിക്കിൻ്റെ പാനിലാണ് കേട്ടോ ചുട്ടെടുക്കുന്നത്. അപ്പോൾ അതുണ്ടെങ്കിൽ അതെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. പിന്നെ കല്ല് ഓവർ ചൂടാവാതിരിക്കാൻ വേണ്ടിയിട്ടും കൂടി ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അങ്ങനെയെങ്കിൽ ഇത് പെർഫെക്റ്റായിട്ട് നമുക്ക് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് കിട്ടും. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണ എന്താ ഉള്ളത് വെച്ചാൽ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് നല്ല സോഫ്റ്റുള്ളൊരു അപ്പമാണ്. ഇതിന് കറികളൊന്നും വേണമെന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ. കറികളില്ലാണ്ടും കറികളുണ്ടെങ്കിൽ അത് കൂട്ടിയിട്ട് നമുക്കിത് കഴിക്കാം കേട്ടോ. 1 മിനിറ്റ് കഴിഞ്ഞ് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇട്ടിട്ട് ഇതേപോലെ കുറച്ച് നേരം വെച്ച ശേഷം നമുക്കിത് എടുക്കാം കേട്ടോ. ഇതിപ്പോൾ കാണുമ്പോൾ മനസ്സിലാവുണ്ടാവും, ഇതുപോലെ ഒരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ഷുഗർ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പഞ്ചസാര ചേർക്കുമ്പോൾ അതിൻ്റെ ആ കളറൊന്ന് മാറി ആ ഒരു ക്രിസ്പിനെസ് ഉണ്ടാവും കേട്ടോ. ഇങ്ങനെ തന്നെ ബാക്കിയുള്ള എല്ലാം നമുക്ക് ചുട്ടെടുക്കാം കേട്ടോ. ഈ ഒരു അളവ് മാവിന് നമുക്കൊരു 10-12 അപ്പെങ്കിലും ചുട്ടെടുക്കാം. ഞാനിവിടെ ഇതാ എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിരിക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുവരെ നിങ്ങൾ ഈ ഒരു അപ്പം ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, ലൈക്കും ഷെയറും കൂടി ഒന്ന് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു, ബൈ.